മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് വളരെ വലിയ എമൗണ്ട് ഒന്നും വേണ്ട. നിങ്ങൾ ഈ വീഡിയോയുടെ ടൈറ്റിലിൽ കണ്ട പോലെ വെറും 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ഓപ്ഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. ആസ്ക് RupeeMonk എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് സർവീസിലൂടെയും RupeeMonk എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉള്ള ഉത്തരം തരുന്നത് ഞാനാണ്. മ്യൂച്വൽ ഫണ്ടുകൾ വഴി ഇൻഡയറക്റ്റായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓഹരി വിപണിയിലേക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൽ സാധാരണക്കാരുണ്ട്, അതിൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ദിവസ വരുമാനക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഒരു വലിയ എമൗണ്ട് ഒറ്റയടിക്ക് നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ SIP ആയിട്ട് നിക്ഷേപിക്കാനോ ഒന്നും സാധിക്കില്ല. ഇപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു SIPയുടെ സ്റ്റാർട്ടിംഗ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപയൊക്കെയാണ്. ആ 1000 രൂപ ഓരോ മാസവും എടുക്കാൻ ചിലപ്പോൾ ആളുകൾക്ക് സാധിച്ചൊന്നും വരില്ല, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു SIP മാർഗ്ഗമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇത് ചെറിയ വരുമാനക്കാർക്കും സ്റ്റുഡൻസിനും വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അതുമാത്രമല്ല ഈ ചെറിയ എമൗണ്ടിൽ നമുക്ക് വളരെയധികം ലാഭം തരാൻ സാധ്യതയുള്ള 2 മ്യൂച്വൽ ഫണ്ടുകളുടെ എക്സാമ്പിളും കൂടെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങളിൽ പലരും ചെറിയ വരുമാനക്കാരും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയൊരു എമൗണ്ടേ ഒരു മാസം ഇൻവെസ്റ്റ്മെൻറ്റിനോ സേവിങ്ങിനോ ഒക്കെ ആയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. എന്നാലും നിങ്ങൾക്കൊരു ലോങ് ടേം ഗോളാണ്, ഒരു ദീർഘകാല ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്. ഒരു 10 വർഷത്തിനൊക്കെ ശേഷം നിങ്ങൾക്ക് കുറച്ചധികം പൈസ ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 വർഷത്തിന് ശേഷം ഒരു സ്പെസിഫിക് കാര്യം ചെയ്യണം. അങ്ങനെയുള്ള ഒരു കാര്യത്തിനൊക്കെ ആയിട്ട് വേണ്ട പണത്തിന് നിങ്ങൾക്ക് അങ്ങനെയുള്ള പണം കണ്ടെത്തുന്നതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ SIP ചെയ്യുക എന്നുള്ളതാണ്. SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞു തരാറുള്ളത് പോലെ തന്നെ ഓരോ മാസം തോറും അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഒരു ഫണ്ടിൽ ഒരു പ്രത്യേക ദിവസം നിക്ഷേപിച്ചുകൊണ്ട് ചെറിയൊരു എമൗണ്ട് നിക്ഷേപിച്ചുകൊണ്ട് വലിയൊരു കോർപ്പസ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിനെയാണ് മ്യൂച്വൽ ഫണ്ടിലെ SIP. 100 രൂപ മാസം നിക്ഷേപിച്ചുകൊണ്ടും വലിയ എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ 100 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ SIPകൾ നിപ്പോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിപ്പോൺ മ്യൂച്വൽ ഫണ്ട് മുൻപ് റിലയൻസ് മ്യൂച്വൽ ഫണ്ടായിരുന്നു. ആ നിപ്പോൺ മ്യൂച്വൽ ഫണ്ടിൻ്റെ 2 പ്രധാനപ്പെട്ട ഫണ്ടുകൾ നമ്മളുടെ അഭിപ്രായത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഒരു 10 വർഷത്തിനൊക്കെ ശേഷം നമ്മൾക്ക് ഒരു ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടൊരു ഫണ്ട് നമ്മൾക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മന്ത്ലി ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിപ്പോൺ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഞാൻ ഈ പറയാൻ പോകുന്ന ഫണ്ടുകളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഫണ്ടിൻ്റെ പേര് നിപ്പോൺ വാല്യൂ ഫണ്ട് എന്നാണ്. നിപ്പോൺ ഇന്ത്യ വാല്യൂ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൾട്ടി ക്യാപ് ഫണ്ടാണ്. ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മ്യൂച്വൽ ഫണ്ടാണ്. ഈ മൾട്ടി ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ചെറുതും വലുതുമായിട്ടുള്ള അല്ലെങ്കിൽ ചെറുതും ഇടത്തരവും വലുതുമായിട്ടുള്ള മിഡ് സ്മോൾ ലാർജ് ഇങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഒരു പ്രത്യേക അനുപാതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക തരം ഫണ്ടാണ് മൾട്ടി ക്യാപ് ഫണ്ട്. ഇപ്പോൾ ഒരു ലോങ് ടേം ലക്ഷ്യങ്ങൾക്കൊക്കെ നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു ഫണ്ടാണ് മൾട്ടി ക്യാപ് ഫണ്ടുകൾ. ഇതിൽ ഈ നിപ്പോൺ ഇന്ത്യ വാല്യൂ ഫണ്ടിൽ നിങ്ങൾക്ക് 100 രൂപ മുതൽ മാസത്തവണകളായിട്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാനായിട്ട് പറ്റും. ഈ ഫണ്ട് പറഞ്ഞു തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഗുണം നോക്കിയിട്ട് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയും, ഗുണം നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫണ്ടാണിത്. അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നോക്കിയിട്ടല്ല, വാല്യൂ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫണ്ടാണ്. പരമാവധി ചെറിയ വിലയിലുള്ള വലിയ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ വാങ്ങിക്കൊണ്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു ഫണ്ടാണ് ഈ നിപ്പോൺ വാല്യൂ ഫണ്ട്. ഇതിൽ 96% നമ്മൾ 100 രൂപ ഇടുകയാണെങ്കിൽ അതിൽ 96 രൂപയും സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റഡ് ആവും, ബാക്കി 4 രൂപ ക്യാഷും അനുബന്ധമായിട്ടുള്ള ഇതിലും ഇൻവെസ്റ്റഡ് ആവും. 47% വലിയ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ റിലയൻസ് പോലുള്ള സ്റ്റോക്കുകൾ, 15% ഇടത്തരം ലാർജ് സ്റ്റോക്കുകൾ, ഒരു 28% മിഡ് ക്യാപ് സ്റ്റോക്കുകൾ, 10% സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇക്വിറ്റി അലോക്കേഷൻ. അപ്പോൾ എല്ലാ തരവും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് ഒരു 3-4 വർഷമായിട്ട് അത്യാവശ്യം തെറ്റില്ലാതെ പെർഫോം ചെയ്യുന്നതാണ്. ഇതൊരു ആവറേജ് പെർഫോമറാണ്, ഒരു ടോപ്പ് പെർഫോമറായിട്ടൊന്നും ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ആവറേജ് പെർഫോമർ നമുക്ക് 100 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു നല്ല മൾട്ടി ക്യാപ് ഫണ്ടാണ് ഈ നിപ്പോൺ ഇന്ത്യ വാല്യൂ ഫണ്ട്. അതുപോലെ നിങ്ങൾക്ക്
കുറച്ചുകൂടെ കൂടിയൊരു ഡ്യൂറേഷൻ ഉണ്ടെന്ന് കരുതുക, ഒരു 10-15 വർഷം അല്ലെങ്കിൽ 20 വർഷമൊക്കെ കാലാവധി ഉണ്ടെന്നുണ്ടെങ്കിൽ നിപ്പോൺ ഇന്ത്യയിലെ സ്മോൾ ക്യാപ് ഫണ്ട് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. നിപ്പോൺ ഇന്ത്യയിലെ സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ചെറുതാണ് എന്നുണ്ടെങ്കിലും വലിയ പൊട്ടൻഷ്യലുള്ള, കൂടുതൽ വളരാൻ സാധ്യതയുള്ള വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടുകളെയാണ് സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറയാം. നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഗണത്തിൽ വരുന്ന ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു ഫണ്ടാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളിടുന്ന പൈസ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കരുത്, മനസ്സിലായില്ലേ? ചിലപ്പോൾ 100 രൂപ ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ 98 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് നോക്കിയാൽ ചിലപ്പോൾ 90 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് വീഴുമ്പോൾ ഇതിൽ വളരെ വലിയ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് കയറുമ്പോൾ അതിനനുസരിച്ച് ഉയർന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഈ സ്മോൾ ക്യാപ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 65% മേളിൽ ചെറിയ ഓഹരികൾ നിക്ഷേപിക്കുന്നതാണ്. ഈ ഫണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 72% ചെറിയ ഓഹരികളിലും 16% മിഡ് ക്യാപ്പ് ഓഹരികളിലും 12% ലാർജ് ക്യാപ്പ് ഓഹരികളിലുമാണ് നിക്ഷേപിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 100 രൂപ ഇതിൽ ഇടുമ്പോൾ 93 രൂപയും എന്തിലേക്കാണ് പോകുന്നത്? ഓഹരികളിലേക്കും ബാക്കി 7 രൂപ ക്യാഷ് അധിഷ്ഠിതമായിട്ടുള്ള നിക്ഷേപങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ആളുകളോട് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. പക്ഷേ ഇതിന് റിസ്ക് വളരെ കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഈ 100 രൂപയ്ക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രോ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ആവും. നിങ്ങളുടെ ആധാർ കാർഡ്, നിങ്ങളുടെ പാൻ കാർഡ്, ഒരു SBI അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്ന് നിങ്ങൾക്ക് നിപ്പോൺ ഇന്ത്യയുടെ ഈ വാല്യൂ ഫണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും NRIക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. NRIക്ക് ഗ്രോ ആപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ NRIക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് കുവേര എന്ന് പറഞ്ഞൊരു ആപ്പ്. അതിന് നിങ്ങളുടെ മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന കുവേര ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ലിങ്ക് നമ്മളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ നിങ്ങൾക്ക് സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം, നിങ്ങൾ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് അവിടുത്തെ ID കാർഡ് ഉണ്ടായിരിക്കണം, അവിടെ നിങ്ങളുടെ പേരിലുള്ളൊരു അഡ്രസ് പ്രൂഫ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം, ഒരു NRO അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ NRIക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ആൻസർ തരാനായിട്ട് സാധിക്കും. എപ്പോഴും ഒരു ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ 100 രൂപയ്ക്ക് തുടങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പടിപടിയായിട്ട് ആ പൈസ ഉയർത്താനായിട്ട് ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് വളരെ വലിയൊരു ഫിനാൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുമായിരുന്നു, അതായത് ഞാൻ 2005-2006 കാലഘട്ടത്തിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1000 രൂപയുടെ ഒരു SIP വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. എപ്പോഴും നമ്മൾ ഇപ്പോൾ നിങ്ങൾ 100 രൂപയ്ക്ക് തുടങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ദിവസ വരുമാനക്കാരനാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന മാസം നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന 100 രൂപ വെച്ച് നിങ്ങൾ നിക്ഷേപിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളെപ്പോഴും നിക്ഷേപിക്കണം, ചെറിയ രീതിയിൽ തുടർച്ചയായിട്ട് നിക്ഷേപിക്കുക. തുടർച്ചയായിട്ട് അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഓരോ വർഷം കൂടുമ്പോഴും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്തുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എപ്പോഴും ഞാൻ പറയാറുള്ളത് 5 വർഷത്തിന് മുകളിൽ നമ്മൾക്ക് ആവശ്യം വരില്ല എന്ന് ഉറപ്പുള്ള പൈസ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ്. അതായത് നിങ്ങൾ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 5 വർഷത്തിനൊക്കെ ശേഷം നിങ്ങൾക്ക് തെറ്റില്ലാത്തൊരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 10 വർഷമൊക്കെ ആവുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടാണ് ഇത് റിവ്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു എമൗണ്ടിലേക്ക് എത്താൻ തീർച്ചയായിട്ടും സാധിക്കും. അതിനെ നിങ്ങൾക്ക് സഹായിക്കുന്ന 2 വീഡിയോകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആസ്ക് RupeeMonk സർവീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക.